അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പൊട്ടാറ്റോ റോൾ സമൂസയാണ്. ഈ പൊട്ടാറ്റോ റോൾ സമൂസ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പവും ഈസിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നോമ്പ് തുറക്കിൻ്റെ സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ പതിര് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പതിര് വെച്ച് ഉണ്ടാക്കാം. പതിരില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൈദ എടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചിട്ട് പതിരിൻ്റെ ആകൃതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, ഒന്ന് വലുതാക്കി പരത്തിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കിയിട്ട് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടാറ്റോ എടുത്തിട്ട് നല്ല വേവിച്ചിട്ട് ഉടച്ചെടുക്കുക. ഇതുപോലെ നല്ല ഉടച്ചെടുക്കുക. ഇത് ഞാൻ പുഴുങ്ങിയിട്ട് ഒരു 4 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. വലിയ പൊട്ടാറ്റോ അല്ല, ഒരു മീഡിയം സൈസ് 4 പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പുഴുങ്ങിയിട്ട് നല്ല ഒന്ന് ഉടച്ചെടുത്തതാണ്. ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് പുഴുങ്ങിയെടുത്ത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, അതുപോലെ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും 2 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു സവാളയുടെ കഷ്ണം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. മിക്സിൻ്റെ ജാറിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടിൻ്റെ ഒക്കെ എരിവുണ്ടാവുമല്ലോ. പിന്നെ ഒരു കോൺഫ്ലവർ പൊടി ഒരു ടേബിൾ സ്പൂൺ അതും ഇട്ടിട്ട് നല്ല ഒന്ന് കുഴച്ചെടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പും പാകത്തിൻ്റെ ഉപ്പും ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പ് ഇടാൻ മറന്നുകൊണ്ട് പിന്നെയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതൊക്കെ എല്ലായിടത്തും ഈ ഉരുളൻകിഴങ്ങ് ഉടച്ചതിൽ എല്ലായിടത്തും എല്ലാം യോജിപ്പിക്കുന്നത് വരെ അതേപോലെ കുഴച്ച് കൊടുക്കുക. ഞാൻ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കുക. ഉപ്പ് ഞാൻ ആദ്യം ഇടാൻ മറന്നതായിരുന്നു. നിങ്ങൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തോളൂ. അവൻ്റെ കൈവെള്ളയിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഈ ഒരു ആകൃതിയിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുത്തിട്ട് എല്ലാം ഇതുപോലെ റെഡിയാക്കുക. ഞാനിതെല്ലാം മുഴുവൻ അതേപോലെ റെഡിയാക്കി എടുക്കട്ടെ. ഞാൻ മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതുപോലെ മൈദ കൊണ്ട് കുറച്ച് പശ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ പതിരെടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഓരോരോ റോളും ഇതുപോലെ വെക്കുക. എന്നിട്ടിങ്ങനെ ഉരുട്ടി ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് ഇവിടെ മൈദൻ്റെ ആ പശ ഒന്ന് തേച്ചിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത് പതിരുണ്ടായാൽ നമുക്ക് നല്ല എളുപ്പമായിട്ട് ഈസിയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. മറ്റേത് നമുക്ക് കുറച്ച് ചപ്പാത്തി പരത്തിയെടുക്കുക, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഈ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക.
അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇങ്ങനെ റോഡ് മുഴുവനായിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് നല്ല ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഓയിൽ ഇതേപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കത് ഓരോന്നും തിരിട്ടിട്ട് വറുത്ത് പോരാം. അത് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ എടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി. ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് വറുത്ത് കോരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റും ഈസിയും ഒക്കെ ആയിട്ടുള്ള വിഭവം നിങ്ങൾ ഒരു ദിവസം നോമ്പ് തുറക്ക് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.